മോർണിംഗ്, ഇറ്റ്സ് മീ മുഫീദ മക്കളെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം എക്സാം ഇതാ നമ്മളെ മുന്നിൽ വന്നെത്തി കഴിഞ്ഞല്ലേ. ഇനിയുള്ള ഓരോ ദിവസങ്ങളും അല്ലെ ഓരോ സമയവും നമ്മളെ മുന്നിൽ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക, അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്? ഇതിൽ നിന്നും വരാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് അല്ലെ, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് നമുക്കറിയാം. അതാരാണ്? ഒരുപാട് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചെങ്കിൽ നമ്മളെ മൈൻഡിലോട്ട് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് മീറ്റർ ആണ് കേട്ടോ, മീറ്റർ ആണ്. ചില കുട്ടികൾ അത് കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചതായിട്ട് കാണലുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തത്. കിലോമീറ്റർ അല്ല കേട്ടോ. കിലോമീറ്റർ വലിയൊരു യൂണിറ്റ് ആണല്ലോ, അപ്പൊ അതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചിലർ എഴുതി കൊടുക്കും. അതൊന്നുമല്ല, മീറ്റർ ആണ് കേട്ടോ, മീറ്റർ ആണ്. ഓക്കെ, റൈറ്റ് ഇറ്റ് സിമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. മീറ്ററിന്റെ സിമ്പിൾ ആണ് ഇല്ലേ, എം, സ്മോൾ ലെറ്റർ എം അല്ലെ. മീറ്റർ, മീറ്ററിന് എങ്ങനെ എഴുതാ? മീറ്റർ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അത് രണ്ടും ശരിയാണ്. പിന്നെ യൂണിറ്റ് എഴുതുന്ന സമയത്ത് എപ്പോഴും മലയാളം മീഡിയം കുട്ടികൾക്ക് വലിയ സീൻ ഉണ്ടാവില്ല അല്ലെ. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? യൂണിറ്റ് എഴുതാൻ കൊടുക്കാൻ പാടില്ല കേട്ടോ. മീറ്റർ എന്നൊക്കെ എഴുതി കൊടുത്താൽ ടീച്ചർ തെറ്റിട്ട് കൊള്ളും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും TER ആന്നൊക്കെ. ഏതെഴുതിയാലും കറക്റ്റ് ആണ്. സിമ്പിൾ ഈസ് സ്മോൾ ലെറ്റർ എം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് ആൻഡ് വാട്ട് ഈസ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. എന്താ ലീസ്റ്റ് കൗണ്ട്? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഉപകരണത്തിൽ നിന്നും നമുക്ക് അളന്നെടുക്കാൻ പറ്റാകുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ മീറ്റർ സ്കെയിൽ ആണെങ്കിൽ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും കുഞ്ഞു അളവ് അത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലെ. നമുക്കറിയാം, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. Next question, write down the following units in the ascending order of their values അല്ലെ. അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ നോക്കിക്കോടാ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു അല്ലെ. നമുക്ക് ഇത്രയും ആൾക്കാർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ അല്ലെ, ചെറുതിൽ നിന്നും വലിയ. അപ്പൊ ചെറിയ ആൾ ആരാണ്? നാനോമീറ്റർ ആണ് ചെറുത് 1. പിന്നെ ആരാ? മൈക്രോമീറ്റർ 2. പിന്നെ ആരാ? മില്ലിമീറ്റർ അല്ലെ, 3ാമത്തെ ആള്. പിന്നെ ആരാ? പിന്നെ 4ാമത്തെ ആള് നമ്മുടെ സെന്റിമീറ്റർ. സോ ദ ഓർഡർ ഈസ് നാനോമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, ദെൻ സെന്റിമീറ്റർ. ദാറ്റ് ഇസ് ദി ഓർഡർ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിയോ. ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേടാ. മില്ലിമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട് അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക് ഏതാണ് അതിന്റെ ഓർഡർ വരികടാ. എന്താണ് നമുക്ക് അതിന്റെ ഓർഡർ വരാന്ന് എഴുതി കൊടുക്കാം അല്ലെ. ആദ്യം മില്ലിമീറ്റർ, പിന്നെ ആരാണ് അതിലുള്ളത്? സെന്റിമീറ്റർ, പിന്നെ ആരാണ്? മീറ്റർ, പിന്നെ ആരാണ്? കിലോമീറ്റർ അല്ലെ. സോ വി ഹാവ് ദി ഓർഡർ 1 millimeter and 1 centimeter, 1 meter, then 1 kilometer. That is the order. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അടിസ്ഥാന അളവുകൾ എത്ര അറിയാം അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര ഉണ്ട് നമുക്കറിയാം. അത് 7 എണ്ണമാണ് അല്ലെ. 7 എണ്ണമാണ്, നമുക്കറിയുന്ന കാര്യമാണ്. ഓരോന്നിൻ്റെയും പേര് എഴുതണം, അതിൻ്റെ യൂണിറ്റ് എഴുതണം. നമ്മൾ അറിയണം, നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ ഒരു നോളജ് എന്ന് പറയുന്നത്. അപ്പം നോക്കിയോ, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത യൂണിറ്റ് ആംപിയർ ആണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒക്കെ സ്മോൾ ലെറ്ററിൽ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ മലയാളം മീഡിയം കുട്ടികളെ രക്ഷപ്പെട്ടതാ. കാരണം അവർക്ക് സ്പെല്ലിങ്ങിന്റെ ഇഷ്യൂ ഇല്ല അല്ലെ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ നിങ്ങളെ തെറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കായിരിക്കും അല്ലെ ടീച്ചേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. സ്മോൾ ലെറ്റർ ആണ്. സിമ്പിൾസ് ചിലപ്പോൾ കാണാം, സ്മോൾ ലെറ്റർ ആവാം, ക്യാപിറ്റലൊക്കെ ആവാം അല്ലെ. കാരണം പേരുള്ള ആൾക്കാരുടെ അല്ലെ സിമ്പിൾ കൊടുക്കുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യാറുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലെ, സെറ്റ്. അപ്പൊ ഇത്രയും 7 ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കട്ടോ. മലയാളം മീഡിയം കണ്ടോ.
ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇമേജ്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം എന്താണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഇസ് സൺ ഡയൽ അല്ലെ, നിഴൽ ഘടികാരം. പണ്ട് കാലത്തൊക്കെ ആൾക്കാര് അല്ലെ, ഇപ്പൊ പോലും സമയം നോക്കാൻ സ്മാർട്ട് വാച്ചോ ഫോണോ ഒന്നും അല്ലെ അന്നൊന്നും ഇല്ല. അപ്പൊ അവരെന്താ ചെയ്തിരുന്നത്, നിഴലിന്റെ അല്ലെ ഷാഡോന്റെ പൊസിഷൻ നോക്കിയിട്ടായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്രോക്സിമേറ്റ് സമയം അവർക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉപകരണമായിരുന്നു സൺ ഡയൽ അല്ലെങ്കിൽ നിഴൽ ഘടികാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല കുട്ടികളും ഇത് എന്താ എഴുതിയെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഹവർ എന്ന് എഴുതി കൊടുക്കും. അത് പൊട്ടത്തെറ്റ. നമ്മൾ അതാ വിചാരിക്കുക ഇതൊക്കെ വലുത്, അപ്പൊ അതായിരിക്കും. അങ്ങനെ നല്ല വലുത് ചെറുതൊന്നുമില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ടൈമിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ തള്ളിക്കളഞ്ഞ സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ എഴുതാൻ ശ്രദ്ധിക്കണം അല്ലെ. മലയാളം മീഡിയം അവിടെ രക്ഷപ്പെട്ടു. സിമ്പിൾ ചോദിച്ചാലോ, സ്മോൾ ലെറ്റർ എസ്. This easy answer. Next question, what do you mean by one solar day? ഒരു സൗരദിനം എന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സോളാർ ഡേ? നമുക്കറിയാലേ, ഞാൻ ഇവിടെ കൊടുത്തിട്ട് നോക്കിയോ. വൺ സോളാർ ഡേ ഈസ് എ ടൈം പീരീഡ് ഫ്രം വൺ നൂൺ ടു അനദർ നൂൺ അല്ലെ. ഇന്നത്തെ ഉച്ച മുതൽ നാളെ ഉച്ച വരെയുള്ള ഒരു സമയം അല്ലെ, അവർക്കിടയിലുള്ള ഒരു സമയമാണ് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് ഉച്ചക്ക് 12 മണി മുതൽ നാളെ ഉച്ച 12 മണി വരെ അല്ലെ. അതായത് ഇന്ന് നട്ടുച്ച മുതൽ നാളെ നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ വൺ സോളാർ ഡേ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം 2250 മീറ്റർ ആണ്. ഓക്കെ, ഈ അളവിന് നമ്മൾ എന്തിൽ പറയണം? കിലോമീറ്ററിൽ പറയണം. നമുക്ക് തന്നിട്ടുള്ളത് 2250 മീറ്റർ ആണ്. ഇതിനെ എങ്ങോട്ട് മാറ്റണം? എനിക്ക് കിലോമീറ്ററിലോട്ട് മാറ്റണം. എടാ, അതിലേതാ വലുത്? മീറ്റർ ആണോ കിലോമീറ്റർ ആണോ വലുത്? നമുക്കറിയാം മീറ്റർ ചെറുതും കിലോമീറ്റർ വലുതുമാണ് അല്ലെ. നിങ്ങൾ ഒരു ട്രിക്ക് മനസ്സിലാക്കി വെച്ചാ, ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നടക്കുന്നത് എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി? സോ 2250 എങ്ങനെയാ കിലോമീറ്ററിലോട്ട് മാറ്റേണ്ടത്? എന്തായാലും ഡിവിഷൻ ആണ്. ഏതാണ് നമ്പർ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അത് അവിടെ 1000 ആണ്. പലയിടത്തും പല നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ മിനിറ്റിന് സെക്കൻഡിലോട്ട് മാറ്റുന്നത് വേറെ രീതിയിലാണ് അല്ലെ. പലരും പല നമ്പർ. അപ്പൊ എല്ലായിടത്തും 1000 കൊണ്ടല്ല കേട്ടോ. ഓക്കെ, 00 കട്ട് 225 ഡിവൈഡഡ് ബൈ 100. 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? 225 അല്ലെ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്ഥാനം വേണം. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സോ വി ഗോട്ട് 2.25 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അളവുകളെ മൂല്യത്തിന്റെ വ്യത്യാസം വരാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ SI യൂണിറ്റിലോട്ട് മാറ്റണം. അതിന്റെ ബേസിക് യൂണിറ്റിലോട്ട് മാറ്റാം. 3500 എന്താ ചെയ്യേണ്ടത്? 3500 എങ്ങോട്ട് മാറ്റും? 3500 ഗ്രാമിനെ അതിന്റെ SI യൂണിറ്റിലോട്ട്. നമുക്കറിയാം ഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ തന്നിട്ടുള്ളത് മാസിനെയാണ് അല്ലെ. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാമിലോട്ടാണ് അല്ലെ. ഇതിനെ എങ്ങോട്ട് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? കിലോഗ്രാമിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് നമ്മൾ പറഞ്ഞു? സ്മോളിൽ നിന്നും ബിഗിലോട്ടാണ് അല്ലെ. സ്മോളിൽ നിന്നും ബിഗിലോട്ടാണെങ്കിൽ അവിടെ ഡിവിഷൻ ആണ്. ഇവര് തമ്മിലുള്ള ഡിവിഷൻ എപ്പോഴും 1000ന്റെ ആയിരിക്കും ഇവര് തമ്മിലുള്ള കേട്ടോ. എല്ലാരും അതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാ? 3500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാ. 00 കട്ട് 00 കട്ട് 10ൽ എത്ര പൂജ്യം ഉണ്ട്? 1 പൂജ്യം. സോ ആൻസറില് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ മതി. സോ 3.5 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലെ. നെക്സ്റ്റ് എന്തായിരുന്നടാ? നെക്സ്റ്റ് ആരെയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്? ആരെയാണ് ചോദിച്ചിട്ടുള്ളത്? 2.5 കിലോമീറ്ററിന് മാറ്റാനാണ് അല്ലെ. 2.5 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ,
മാറ്റി നോക്കാം അല്ലെ. എങ്ങോട്ടാ മാറ്റുന്നത്? അതിന്റെ SI യൂണിറ്റിലോട്ട്. നമുക്കറിയാം അത് നീളമാണ്, നീളത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. സോ ഇതിനെ മീറ്ററിലോട്ട് മാറ്റണം. ബിഗിൽ നിന്നും സ്മോളിലോട്ടാണ്, കിലോമീറ്ററിൽ നിന്നും മീറ്ററിലോട്ടാണ് അല്ലെ മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, ഗുണനമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ 1000 കൊണ്ടാണ് ഗുണിക്കുക കേട്ടോ. കിലോമീറ്ററും മീറ്ററൊക്കെ മാറ്റുന്ന സമയത്ത് 1000 ആണ് അവിടെ വരുന്നത്. സോ 2.5 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 1000. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 അല്ലെ. പോയിന്റ് ഇല്ലാതെ അങ്ങോട്ട് ഗുണിച്ചു നോക്കുക കേട്ടോ. പോയിന്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ 1, 2, 3 അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ആൻസറിലും ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 2500. എത്രയാണ്? 2500 മീറ്റർ എന്ന് നമുക്ക് അവിടെയും ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. താഴെ തന്നിരിക്കുന്ന അളവുകൾ നമ്മൾ ചെയ്തു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർട്ടൻ റൂൾസ് ആർ ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്. യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ABCDEF വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലെല്ലാം കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് നമ്മളോട് ചൂസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയോ. മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ മീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സിമ്പിൾസ് ഇടുന്ന സമയത്ത് അല്ലെ, സയന്റിസ്റ്റിന്റെ പേരൊന്നും അല്ലാത്ത സിമ്പിൾസ് ആണെങ്കിൽ അവിടെ സ്മോൾ ലെറ്റർ തന്നെ ഉപയോഗിക്കണം. സോ ഇതാണ് കറക്റ്റ്. ഇതെന്താണ്? തെറ്റാണ്. ഇത് തെറ്റാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയോ. ന്യൂട്ടൺ മീറ്റർ. അടുത്തതോ ന്യൂട്ടൺ ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് മീറ്റർ എന്നിട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ വേണം എഴുതാൻ, എന്നാലല്ലേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. കറക്റ്റ് അല്ലേ. നെക്സ്റ്റ്, ന്യൂട്ടൺ എന്നും തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഏതായിരിക്കും? യെസ്, ദിസ് ഇസ് ദി കറക്റ്റ് അല്ലെ. ഇത് തെറ്റാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് എപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം നമ്മൾ അല്ലെ, സ്മോൾ ലെറ്റർ വേണം യൂണിറ്റുകൾ എഴുതാൻ ഉപയോഗിക്കാൻ. സിമ്പിൾസ് മാത്രമാണ് പലപ്പോഴും ക്യാപിറ്റൽ ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതും ശരിയായി. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റുകൾക്ക് ബഹുവചനമില്ല, പ്ലൂറൽ ഫോം ഇല്ല അല്ലെ. 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം, 10 കിലോഗ്രാം ആണെങ്കിൽ 10 കിലോഗ്രാംസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. 1 കിലോഗ്രാം നമ്മൾ ഇങ്ങനെ എഴുതി. 2 കിലോഗ്രാം ഒന്നിൽ കൂടുതലാണല്ലോ, അപ്പൊ എസ് ഇട്ട് കൊടുക്കണ്ടേ അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. പക്ഷെ അങ്ങനെ ഇവിടെ ഇല്ല അല്ലെ. എത്രനാണെങ്കിലും എസ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. നെക്സ്റ്റ് നോക്കിയോ. 5 മീറ്റർ 20 സെന്റിമീറ്റർ എന്ന് എഴുതി. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് 5.2 മീറ്റർ എന്ന് നമുക്ക് എഴുതി കൊടുത്താൽ മതി. സോ ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡെൻസിറ്റി അല്ലെ, സാന്ദ്രതയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയോ. എമംഗ് ദീസ് വിച്ച് ലിക്വിഡ് ഹാസ് ഹയസ്റ്റ് ഡെൻസിറ്റി. നമുക്കല്ലേ ഒരു ബീക്കറിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഏതിനാണ് സാന്ദ്രത കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സാന്ദ്രത, ഡെൻസിറ്റി ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും ഏറ്റവും താഴെ കിടക്കുക. ഇവിടെ ഏറ്റവും താഴെ ആരാ? ഹണിയാണ്. സോ ഹണിക്കാണ് ഇവിടെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ലിക്വിഡ് ഹാസ് ദി ലോവസ്റ്റ് ഡെൻസിറ്റി. കുറവ് സാന്ദ്രത ആർക്കാ? കുറവുള്ള ആളായിരിക്കും എപ്പോഴും മേലെ ഉണ്ടാവുക. ഏറ്റവും കുറവുള്ള ആളാ എപ്പോഴും മേലെ ഉണ്ടാവുക. സോ ഓയിൽ ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി അല്ലെ. സാന്ദ്രത വളരെ കുറവ്. ഈ ഒരു ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റൂ അല്ലെ. താഴെയുള്ള നോക്കിയോ. ഹയർ ഡെൻസിറ്റി, ഏറ്റവും സാന്ദ്രത ഉള്ള ആള് ഏറ്റവും താഴെയായിരിക്കും. സാന്ദ്രത വളരെ കുറഞ്ഞ ആൾക്കാർ എവിടെയായിരിക്കും? മുകളിൽ പോയി കിടക്കും അല്ലെ. ഓയിലിലൊക്കെ വളരെ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ടാണ് മുകളിൽ പോയി കിടന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? സാന്ദ്രത, ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തില്, കൂടി വരുന്നത് ഏതിനാണ് കൂടുന്നത് അല്ലെ. ഏറ്റവും കൂടുതലാണ് അവസാനം വേണ്ടത്. ആദ്യം കുറഞ്ഞ ആൾ എഴുതുക, പിന്നെ അതിനെ മിഡില്, പിന്നെ ഏറ്റവും കൂടിയ ആള് കേട്ടോ. ഏറ്റവും കൂടിയ ആള് ലാസ്റ്റ് വേണം. സോ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. നോക്കിയാൽ സാന്ദ്രത കൂടി വരുന്നത്, ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ നിങ്ങളെ എഴുതുക. ലാസ്റ്റത്തെ ആൾക്ക് ഏറ്റവും ഡെൻസിറ്റി കൂടുതലായിരിക്കണം. സോ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.